ഇന്നുണ്ടാക്കാൻ പോകുന്ന സുന്ദരന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഞങ്ങൾ ഇവനെ കാറെന്നാണ് ട്ടോ വിളിക്കുന്നേ. എനിക്കിവന്റെ യഥാർത്ഥ പേരറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ആ പേരൊന്ന് കമന്റ് ചെയ്യണേ. സംഭവം ഭയങ്കര സിമ്പിളാണെങ്കിലും ഞാനെപ്പോ ചെയ്താലും അത് കൊളാവുമെന്ന് നിങ്ങൾക്കറിയാലോ. ഇതിനു മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാൻ എന്ത് ചെയ്താലും ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ടാവും. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഇത് ഞാനൊരു റെഫറൻസ് ബുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഈസിയാന്ന് കരുതി ചെയ്തു തുടങ്ങിയതാ. സംഭവം ഈസിയൊക്കെ ആണെങ്കിലും എന്തോ എൻ്റെ അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ശരിയായിട്ടൊന്നുമില്ല. ആ, ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവില്ല. എൻ്റെ ശരിയായില്ല. അല്ലെങ്കിലും പണി അറിയാവുന്നവർക്ക് ഇതൊക്കെ സിമ്പിളായിരിക്കും. എന്നെപ്പോലെ തട്ടിക്കൂട്ട് പണി ചെയ്യുന്നവർക്ക് ഇച്ചിരി വെള്ളം കുടിക്കേണ്ടി വരും. സാരമില്ല. എത്ര വെള്ളം കുടിച്ചാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. പണ്ട് പറമ്പിൽ കളിക്കുമ്പോഴാട്ടോ ഞാൻ ഈ ജീവിനെ ആദ്യമായിട്ട് കാണുന്നത്. ആശാൻ ഒരു തെങ്ങിന്റെ മേലെ പെടച്ചു കുത്തി കയറിപ്പോവായിരുന്നു. ആളൊരു ഇത്തിരി കുഞ്ഞനായിരുന്നു. കാഴ്ചയിൽ നല്ല ഭംഗി തോന്നിയുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചു. അന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് കാറാണെന്നാണ് കേട്ടോ. കാറിൻ്റെ യാതൊരു ഷേപ്പും ഇല്ലാത്തൊരു ജീവിക്ക് ആരായിരിക്കും കാറെന്ന് പേരിട്ടത്? അന്ന് ഞാനത് ആലോചിച്ച് ഒരുപാട് തല പുകച്ചു. ഇനി അവൻ എന്നെ പറ്റിക്കാൻ പറഞ്ഞാണോ? അതും അറിയില്ല. എന്തായാലും അന്ന് മുതൽ ഇവൻ എനിക്ക് കാറാണ് കേട്ടോ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ടാറ്റയുടെ നാനോ കണ്ടപ്പം എനിക്ക് ഇത്തിരി കുഞ്ഞിനെയാണ് ട്ടോ ഓർമ്മ വന്നത്. ചിലപ്പോൾ അന്ന് അവൻ എന്നെ പറ്റിക്കാൻ വേണ്ടി ഇതിൻ്റെ പേര് കാർന്ന് പറഞ്ഞായിരിക്കും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിൽ ഇവൻ്റെ പേര് ചിലപ്പം കാർന്നായിരിക്കും. അതെന്തായാലും പോട്ടെ. അങ്ങനെ കാറിനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇതാ ഈ ഒരു കോലത്തിലാക്കിയിട്ടുണ്ട് ട്ടോ. സംഭവം ഒരു ട്രിങ്കറ്റ് ട്രൈ ആണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും ഇത് വാൾ ഡെക്കോർ ആക്കാൻ അടിപൊളിയായിരിക്കും. പക്ഷെ ഞാൻ ഇത് വാൾ ഡെക്കോർ ആക്കാൻ മെനക്കിടുന്നില്ല കേട്ടോ. കാരണം ചുവര് വൃത്തികേടാക്കിയ ഓണർ ചവിട്ടി പുറത്താക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ.